ഇന്ത്യൻ റെയിൽവേ മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൂടി പിന്നിടാനൊരുങ്ങുന്നു. ഹൈഡ്രജൻ ഇന്ധനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ ട്രെയിൻ സർവീസിന് ഉടൻ തുടക്കമാകും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ മികച്ചൊരു ഉദാഹരണമായി ഈ പ്രോജക്ട് സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചത്. അടുത്ത തലമുറയുടെ ഹരിത ഗതാഗതത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ പുറത്ത് നമോ ഗ്രീൻ റെയിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഹൈഡ്രജൻ ഫ്യുവൽ സെൽ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഈ ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം 10 കോച്ചുകളുള്ള ഒരു ട്രെയിൻ സെറ്റാണിത്. ബ്രോഡ്ഗേജ് പ്ലാറ്റ്ഫോമിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും കരുത്തുറ്റതുമായ ഹൈഡ്രജൻ ട്രെയിൻ സെറ്റ് എന്ന റെക്കോർഡും ഇതിനുണ്ട്. 1200 കിലോവാട്ട് വീതമുള്ള 2 ഡ്രൈവിംഗ് പവർ കാറുകളും 8 പാസഞ്ചർ കാറുകളും അടങ്ങുന്നതാണ് ഇതിന്റെ രൂപകൽപ്പന. ട്രെയിനിൽ ഒറ്റത്തവണ 3000 കിലോഗ്രാം ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷിയുമുണ്ട്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഈ ട്രെയിൻ കാർബൺ മലിനീകരണം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഈ ട്രെയിനിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ പൂർണ്ണമായും 0ആണ്. ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകങ്ങൾക്ക് പകരം ഉപോൽപ്പന്നമായി ശുദ്ധമായ ജലബാഷ്പം മാത്രമാണ് പുറന്തള്ളുന്നത്. പുതിയ ട്രെയിനിന് ആവശ്യമായ ഇന്ധനം ലഭ്യമാക്കുന്നതിനായി ഹരിയാനയിലെ ജിന്ദിൽ ഒരു പ്രത്യേക ഹൈഡ്രജൻ ഉൽപാദന പ്ലാന്റും സജ്ജമാക്കുന്നുണ്ട്. ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന്റെ പ്രധാന ഘടകമായ വാട്ടർ ഇലക്ട്രോലിസിസ് പ്രക്രിയ ഉപയോഗിച്ചാണ് ഈ പ്ലാന്റിൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രാക്ഷൻ സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിക്കുന്ന ഈ പൈലറ്റ് പ്രോജക്ട് രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ കൂടുതൽ ഹരിതാഭമാക്കും. ഹൈഡ്രജൻ ഇന്ധനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ ട്രെയിൻ സർവീസിന് ഹരിയാനയിലെ ജിൻ സോനിപ്പർ റൂട്ടിൽ തുടക്കമാകുന്നു. റെയിൽവേ സുരക്ഷാ കമ്മീഷണറിൽ നിന്നും റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിൽ നിന്നും ടെക്നിക്കൽ ക്ലിയറൻസ് ലഭിച്ചതിനെ തുടർന്നാണ് റെയിൽവേ മന്ത്രാലയം ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് അനുമതി നൽകിയത്. അതേസമയം കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവെപ്പായാണ് ഈ നീക്കത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഡീസലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ പ്രവർത്തന ചെലവ് ചുരുക്കാനും ഭാവിയിൽ മറ്റു പാതകളിലേക്കും ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാനും ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നു. മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ജലബാഷ്പം മാത്രമാണ് പുറത്തുവിടുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചത്. ഹൈഡ്രജൻ ഉൽപാദനത്തിനായി ജിൻഡിൽ പ്രത്യേക പ്ലാന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ഷഗൂർ ബസ്തിയിലാണ് ട്രെയിനിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ആദ്യം 3 മാസം സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാകും സർവീസ് നടത്തുക. പെസോ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ സുരക്ഷാ സർട്ടിഫിക്കേഷനുകൾക്ക് ശേഷമാകും പൂർണ്ണതോതിലുള്ള വാണിജ്യ സർവീസുകൾ ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ട്. ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിപ്പിക്കുകയും ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനവും സർട്ടിഫിക്കേഷനും റെയിൽവേ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആദ്യ 3 മാസത്തേക്ക് യാത്രക്കിടെ ഉണ്ടാകാവുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കുന്നതിന് പരിശീലനം ലഭിച്ച സാങ്കേതിക ജീവനക്കാർ ട്രെയിനൊപ്പം ഉണ്ടായിരിക്കും. നിലവിൽ ജിന്ദ് സോണിപ്പത്ത് വിഭാഗങ്ങളിൽ മാത്രമേ ട്രെയിൻ സർവീസ് നടത്തുകയുള്ളൂ. അതേസമയം ട്രെയിൻ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഹൈഡ്രജൻ സംവിധാനം പൂർണ്ണമായി അടച്ചുപൂട്ടുകയും ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഷക്കൂർ ബസ്തിമിയിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ റെയിൽവേയുടെ ഹരിത ഗതാഗത ദൗത്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. ഡീസൽ ട്രെയിനുകളെ ഭാവിയിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും റെയിൽവേ ശൃംഖല കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.